ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയുടേതാണ്. നാടൻ രീതിക്ക് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി എന്ന് പറയുമ്പം 1.5 ടേബിൾ സ്പൂൺ വരും. ശേഷത്തിലേക്ക് ചേർക്കേണ്ടത് സവോളയാണ്. ഒരു 2 സവോളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോള എല്ലാം നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 ഉരുളക്കിഴങ്ങും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം ചെറിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നും. പിന്നെ ചിക്കനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ കുക്കായി വരുമ്പോൾ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 20 മുതൽ 25 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ അങ്ങനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന ഒരു രീതിയാണത്, ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് പറയാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.